എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ പണത്തെക്കുറിച്ചുള്ളൊരു കാര്യമാണ് സംസാരിക്കുന്നത്. 90% ആളുകളും സാമ്പത്തികമായി മുന്നേറാത്ത അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി നേടാത്തതിൻ്റെ നമ്പർ 1 റീസണെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എത്ര പ്രാർത്ഥിച്ചാലും എത്രമാത്രം അനുഗ്രഹവർഷം ജീവിതത്തിൽ ഉണ്ടായാലും അത് സ്വീകരിക്കുവാൻ നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കിൽസ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവസരങ്ങളില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും എന്താ പറയുക ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്നതിന് കാരണമൊന്നും ഇതൊന്നുമല്ല. അതിനേക്കാളും വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാത്തതും നിങ്ങൾക്ക് കൂടുതൽ പണത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതും. അപ്പോൾ ഇതൊക്കെ മാറ്റി ദിസ് ഈസ് എ നമ്പർ 1 ബ്ലോക്ക്, ഭൂരിഭാഗം ആൾക്കാരിലുള്ള ഒരു നമ്പർ 1 ബ്ലോക്ക് എന്ന് തന്നെ പറയാം. അതായത് നമ്മളെ തന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിലേക്ക് വരുന്നതിനെ തടഞ്ഞ് നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർത്തുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള മാജിക്കുകൾ, സാമ്പത്തികമായിട്ടുള്ള മിറാക്കിളുകൾ, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് നിർത്തുന്ന നിമിഷം മുതൽ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. എൻ്റെ ഒരു സുഹൃത്ത് അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ആരുടെയെങ്കിലും വീടുകളിൽ ചെന്ന്, കൂട്ടുകാരൻ വീടുകളിൽ ചെന്ന്, നൈബറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോഫി കൊടുത്തു കഴിഞ്ഞാൽ, ചായ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അത് വാങ്ങിക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. നോ വൈ, എനിക്ക് വേണ്ടാന്ന് പറയും. എവിടുന്നും ഒരാളെടുത്ത് ഒന്നും പുള്ളിക്കാരൻ ആര് കൊടുത്താലും വാങ്ങിക്കത്തില്ല. ഇത് ഇങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ശീലമായി മാറി. ഇത് കാരണം എന്ന് പറയുന്നത് അരുണിൻ്റെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ ഒന്നും വാങ്ങിക്കരുത് എന്നുള്ളത്. ഇതിങ്ങനെ ശീലമായി അരുൺ വളർന്ന് വലുതായി ബിസിനസ് തുടങ്ങി കഠിനമായി പണിയെടുക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും സാമ്പത്തികമായിട്ടുള്ള ബിസിനസ് വിജയമോ അല്ലെങ്കിൽ ബിസിനസ് പുരോഗതിയോ സാമ്പത്തിക പുരോഗതിയോ ഒന്നും ലഭിക്കുന്നില്ല. അവസാന നിമിഷം ക്ലയൻറ്റ് നോ പറയുന്നൊരു അവസ്ഥയാണ്. അതായത് പഠിക്കൽ വരും എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഒരു മുന്നേറ്റവും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു പാറ്റേൺ ഉണ്ട്. വളരെ ചെറുപ്പത്തിലെ തന്നെ അരുൺ എന്ന വ്യക്തി എന്തിനേയും റിജക്റ്റ് ചെയ്യുന്ന ഒരു ശീലമായി. അത് അദ്ദേഹത്തിൻ്റെ സബ് മൈൻഡിൽ പ്രോഗ്രാംഡായി, എന്തിനേയും റിജക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥയാണ് അരുൺ. അത് അരുണിന് അറിയാതെ വളർന്നൊരു സംഗതിയാണ്, അരുണിൽ അത് അറിയാതെ സംഭവിച്ചാണ്. ഇത് അരുണിൽ മാത്രമല്ല, മിക്ക ആളുകളിലും, ഭൂരിഭാഗം ആൾക്കാരിൽ ഈ ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നേറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സമ്പത്തിൽ നിങ്ങൾ ആകർഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ സമ്പത്ത് കൂടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പണം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 1 എന്ന് പറയുന്നത്, ഒന്നാമതെന്ന് പറയുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യാൻ നിങ്ങൾ അർഹിക്കണം. നിങ്ങൾക്ക് എത്ര വലിയൊരു എമൗണ്ട് കിട്ടിയാലും നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധം, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എത്ര പണം കിട്ടിയാലും നമുക്കൊരു ബോധമുണ്ട്, ഓക്കെ ഞാൻ ഇത്രയും പണത്തിനുള്ള അർഹനുള്ളൂ, എനിക്ക് കൂടുതലൊന്നും ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പണം വന്നത്, ചെറിയ പണമായാലും വലിയ പണമായ, ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും നിങ്ങളത് അർഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി 10 കോടി വളരെ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അത് ഒരു മനസ്സിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ പറയുന്നത്, ഞാൻ ഇത്രയ്ക്കുള്ള ആളാണോ, ഞാൻ അത്രയൊന്നും എമൗണ്ട് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം മിക്ക ആളുകളുടെയും മനസ്സിലുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, ഓക്കെ എനിക്ക് ലോട്ടറി അടിക്കണം, ഒരുപാട് കാശുണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സബ് കോൺഷ്യസ്ലി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതി ഇതാണ്. ഇതിനെ ആദ്യം എടുത്ത് കളയുന്നത്, നിങ്ങൾ എത്ര വലിയ എമൗണ്ട് ആയാലും നിങ്ങൾ അർഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് രൂഢമൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയുടെ വിഷയമാണ്. അതായത് ഭൂരിഭാഗം ആളുകളും പണത്തെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നാണ്. പീപ്പിൾ ആർ നോട്ട് ഓപ്പൺ ടു റിസീവ് മണി, അബൻഡൻസ്, വിവൃതി സ്വീകരിക്കാൻ ആളുകൾ തയ്യാറല്ലെന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ദ നമ്പർ 1 ഹിഡൻ ബ്ലോക്ക്, എല്ലാവരുള്ള ഒരു ഹിഡൻ ബ്ലോക്കാണ്. ഇത് മാറ്റുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് പണം വരാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങളൊരു അപരിചിതനോട്, സ്ട്രേഞ്ചറോട് നിങ്ങളൊരു കോഫി വാങ്ങിച്ച് കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങളൊരു കൂട്ടുകാരൻ, നിങ്ങളൊരു ഫ്രണ്ട്, നിങ്ങളൊരു കൊളീഗ് ആരെങ്കിലും നിങ്ങൾ കോഫി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ നമ്മുടെ അയലോക്കത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഊണ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചായ ഓഫർ ചെയ്താൽ നമ്മൾ സാധാരണ എനിക്ക് വേണ്ടെന്ന് പറയും.
സോ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ മനസ്സ് വേണ്ട എന്നുള്ള റിജക്ഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ത് കൊടുത്താലും റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രകൃതി നിങ്ങൾക്ക് തരാൻ തയ്യാറില്ലാത്ത ഒരവസ്ഥ വരും. അത് വില്ലിംഗ് ആയിട്ടുള്ള സ്വീകാര്യത ഉള്ള ആൾക്കാരിലേക്ക് അത് പോകുമെന്നുള്ളതാണ്. ഇത് എത്രയും വേഗം നമ്മളിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ഒരു മന്ത്രം, ഇറ്റ്സ് എ മന്ത്ര, അത് രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിത് പറയുക. എല്ലാ ദിവസവും ഒരു 3 തവണയോ 6 തവണയോ 9 തവണയോ പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുക. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ സാധാരണ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും മറ്റൊന്നും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മന്ത്രം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതോടെ നിങ്ങൾ ആ ബ്ലോക്ക് നിങ്ങൾ മാറ്റാൻ സാധിക്കുകയും കൂടുതൽ പണത്തെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ മന്ത്രം എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആ മന്ത്രം ഇങ്ങനെയാണ്: പ്രപഞ്ചമേ, ആർക്കെങ്കിലും എന്തെങ്കിലും മികച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്നിലേക്ക് അയക്കുക. ഞാൻ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ സന്നദ്ധനും തുറന്നിരിക്കുകയുമാണ്. ഒന്നുകൂടി പറയാം. പ്രപഞ്ചമേ, ആർക്കെങ്കിലും എന്തെങ്കിലും മികച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ അത് എന്നിലേക്ക് അയക്കൂ. ഞാൻ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധനും തുറന്നിരിക്കുകയുമാണ്. ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഈവിൽ കിടക്കാൻ നേരത്ത് നിങ്ങളിത് ചെയ്തിട്ട് കിടക്കുക. അങ്ങനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും പിന്നീട് ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് മാറിക്കിട്ടുകയും കൂടുതൽ പണത്തെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കൊരു കോഫി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചായ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൻ നിങ്ങൾക്ക് ഓഫർ ചെയ്ത് നിങ്ങളത് സ്വീകരിച്ചു കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഒരു താങ്ക് യു പറയുക. അപ്പോൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുഞ്ചിരിയോടുകൂടി അതിൽ സ്വീകരിച്ചതിന് ശേഷം മനസ്സ് നിറഞ്ഞ് താങ്ക് യു പറയുക. അപ്പോൾ ഏതൊരു സമയത്തും ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്യുകയാണ്. ഞാൻ അത് സ്വീകരിക്കാൻ വർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്, ഞാൻ അത് സ്വീകരിക്കുവാൻ വർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഹാബിച്വലി നിങ്ങൾ റിസീവ് ചെയ്യുന്ന, നിങ്ങളിങ്ങനെ തുറന്നിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള വ്യക്തിയാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സമൃദ്ധി ഇവൻച്വലി പതിയെ ഇങ്ങനെ വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ ഈ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം മുതൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. വെൻ യു സ്റ്റോപ്പ് റിജക്റ്റിംഗ് യു സ്റ്റാർട്ട് റിസീവിങ്. ഓർമ്മയിരിക്കട്ടെ. ഇന്നു മുതൽ ഈ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്ന് നിറയട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങൾ വന്നിട്ട് ഇങ്ങനൊരു കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കാൻ തുടങ്ങും. അതൊരു തുടക്കമാവട്ടെ എന്നുള്ളൊരു താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ ആം ഓപ്പൺ ടു റിസീവ് അബണ്ടൻസ്. ഞാൻ സമൃദ്ധിയെ സ്വീകരിക്കാൻ തുറന്നിരിക്കുകയാണ്. മലയാളം ഓർ ഇംഗ്ലീഷ് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ആങ്കറായിട്ട് ഒരു വിളിയായിട്ട് അത് ഇംപ്രിൻ്റ് ആവട്ടെ, അത് തുടക്കമാവട്ടെ. പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പണത്തെ എങ്ങനെ ആകർഷിക്കാം, അതിനുള്ള ടെക്നിക്സും ടിപ്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, വെൽത്ത് അട്രാക്ഷൻ കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം, സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. അതൊരു ടെലഗ്രാം ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊരു ഇൻവൈറ്റ് ലിങ്കാണ്. നിങ്ങൾക്ക് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് വിടുക. ആഡ് മീ എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയും ഇതുപോലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.